രാജാവിന്റെ വാക്കുകൾ കേൾക്കേണ്ട താമസം കാവൽക്കാർ കൊട്ടാര കവാടത്തിലേക്കൂടി. അവർ വിളിച്ചു പറഞ്ഞു, സഹോദര, അകത്തേക്ക് ചെല്ലാൻ രാജാവ് പറഞ്ഞിട്ടുണ്ട്. സർവ്വലോക രക്ഷിതാവിന് സ്തുതികൾ അർപ്പിച്ചുകൊണ്ട് അബ്ദുല്ലാഹിബ്നു ഹുസാഫ തങ്ങൾ തന്റെ കുതിരയെ അരികത്ത് നിർത്തി കിസ്ര രാജാവിന്റെ വെള്ളക്കൊട്ടാരത്തിനകത്തേക്ക് പ്രവേശിച്ചു. ചക്രവർത്തിയും സർവ്വസൈനാധിപൻ റുസ്തമും മന്ത്രിമാരും ഇരിക്കുന്ന രാജസദസ്സിൽ ഭരണാധികാരിക്ക് സാഷ്ടാംഗം നമിക്കാനുള്ള വിരിപ്പിൽ മുത്തുനബിയുടെ ശിഷ്യൻ ചെരിപ്പിട്ട് ചവിട്ടി നിൽക്കുന്ന കാഴ്ച കിസ്ര രാജാവിന് തീരെ ദഹിച്ചില്ല. പക്ഷേ സർവ്വസൈന്യാധിപൻ റുസ്തം പോലും ഈ കാഴ്ച കണ്ട് ഒന്നും ചെയ്യാതിരിക്കുന്നത് തിരിച്ചറിഞ്ഞ രാജാവ് അന്നേരമാണ് വന്നയാളെ ശരിക്കൊന്നു നോക്കിയത്. ഒറ്റ നോട്ടത്തിൽ തന്നെ സാധാരണക്കാരനല്ല വന്നതെന്ന് അദ്ദേഹത്തിന് ബോധ്യമായി. അമർഷം ഉള്ളിലൊതുക്കിയ ചക്രവർത്തി ഇബ്നു ഹുസാഫ തങ്ങളോട് ചോദിച്ചു, സഹോദര, നിങ്ങൾ എന്താണ് ഭടന്മാരുടെ കയ്യിൽ കത്ത് നൽകാത്തത്?